സക്സസ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയർ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുംബൈയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അഭിമാനകരമായ PV നരസിംഹറാവു സ്മാരക അവാർഡ് ആർക്കാണ് ലഭിച്ചത്? രത്തൻ ടാറ്റ. 2024 സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് മാക്സ് വെർസ്റ്റപ്പൻ. തീവ്രവാദത്തിനും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തെ സഹായിക്കാൻ ഡിജിറ്റൽ ക്രൈം മാനേജ്മെന്റ് സിസ്റ്റം ആരംഭിച്ചതാര്? അമിത് ഷാ. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി അടുത്തിടെ പുറത്തിറക്കിയ പുതിയ വാഹന ഇന്ധനമായ എത്തനോൾ 100 ഏത് പെട്രോളിയം കമ്പനിയുടേതാണ്? ഇന്ത്യൻ ഓയിൽ. അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ സ്വതന്ത്ര ആസ്ഥാനമായ നൗസേന ഭവൻ ഏത് നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹി. 2024 മാർച്ചിൽ നവനീത് കുമാർ സെഹ്വാൾ ഏത് കമ്പനിയുടെ പുതിയ ചെയർമാനായാണ് ചുമതലയേറ്റത്? പ്രസാർ ഭാരതി. അഹല്യ നഗർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട അഹമ്മദ് നഗർ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മഹാരാഷ്ട്ര. 2024 മാർച്ചിൽ ഗുജറാത്തിൽ അദാനി ഗ്രീൻ എനർജി കമ്മീഷൻ ചെയ്ത കാറ്റാടി നിലയത്തിന്റെ ശേഷി എത്ര? 126 മെഗാവാട്ട്. അടുത്തിടെ ഗ്രീഷ്മ ഗുത്തറിനും ഋതിക ചോപ്രയ്ക്കും ചമേലി ദേവി ജെയിൻ അവാർഡ് 2024 ലഭിച്ചത് ഏത് മേഖലയിലാണ്? പത്രപ്രവർത്തനം. അടുത്തിടെ അന്തരിച്ച അഡ്മിറൽ ലക്ഷ്മി നാരായൺ രാംദാസ് ഏത് സായുധ സേനയുടെ മുൻ മേധാവിയായിരുന്നു? ഇന്ത്യൻ നേവി. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.